എല്ലാവർക്കും നമസ്കാരം. വേ ടു സയൻസിൻ്റെ മറ്റൊരു വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 10ാം ക്ലാസ്സിലെ രണ്ടാമത്തെ ചാപ്റ്ററായ മാഗ്നറ്റിക് ഇഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട് എന്ന ചാപ്റ്ററാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിഫറെൻറ്റ് റൂൾസ് നമ്മൾ പഠിച്ചായിരുന്നു. മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് സോളിനോയിഡും അതിനു ചുറ്റിനും ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡും അതിൻ്റെ പൊളാരിറ്റി എങ്ങനെ തിരിച്ചറിയാം എന്നുള്ളതുമാണ്. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. സോളിനോയിഡ് സർപ്പിൾ ആകൃതിയിൽ ചുറ്റിയെടുത്ത കവചിത ചാലകമാണ് സോളിനോയിഡ്. വൈദ്യുതിയുടെ കാന്തിക ഫലം പ്രയോജനപ്പെടുത്താൻ ഇത്തരം കമ്പിച്ചുരുളുകൾ ഉപയോഗിക്കാറുണ്ട്. വൈദ്യുതവാഹിയായ സോളിനോയിഡിൻ്റെ കാന്തിക മണ്ഡലവും ധ്രുവതയും എങ്ങനെ തിരിച്ചറിയാമെന്ന് പരിശോധിക്കാം. ചിത്രം 2.8a നോക്കുക. അതിൽ കാണിച്ചിരിക്കുന്നതാണ് ഒരു സോളിനോയിഡ്. ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്താ വേണ്ടത്? നമുക്ക് 1 മീറ്ററിൽ കുറയാത്ത നീളമുള്ള കവചിതമായ ഒരു ചെമ്പ് കമ്പിയാണ് നമുക്ക് വേണ്ടത്. അതായത് ഇൻസുലേറ്റഡ് ആയിട്ടുള്ള ഒരു കോപ്പർ വയറാണ് നമുക്ക് വേണ്ടത്. എന്നിട്ട് അതിനെ ഇങ്ങനെ ഹെലിക്സ് ആകൃതിയിൽ നമ്മൾ ചുറ്റിയെടുക്കുകയാണ് ചെയ്യേണ്ടത്. ധാരാളം ചുറ്റുകൾ ഉണ്ടാവും അതിന്. ഇനി ഈ ചുരുളിനുള്ളിൽ പച്ചിരുമ്പ് കോർ വെച്ച ശേഷം സോളിനോയിഡിൽ കൂടി സെല്ലിൽ നിന്ന് വൈദ്യുതി കടത്തിവിട്ടാൽ ഇതൊരു ഇലക്ട്രോ മാഗ്നറ്റായി മാറും എന്ന് നമുക്കറിയാം. ഇനി ഒരു മാഗ്നറ്റിക് കോമ്പസിൻ്റെ സഹായത്താൽ സോളിനോയിഡിൻ്റെ 2 അഗ്രങ്ങളിലുമുള്ള കാന്തികതയുടെ പ്രത്യേകത നമുക്ക് തിരിച്ചറിയാൻ പറ്റും, അല്ലേ? പൊളാരിറ്റി എന്താണെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. സോളിനോയിഡിനുള്ളിലെ പച്ചിരുമ്പ് മാറ്റി പരീക്ഷണം ആവർത്തിച്ചാൽ കാന്തസൂചിയുടെ ചലനത്തിൽ എന്ത് മാറ്റമുണ്ടാവും? അതിന് ഡിഫ്ലക്ഷൻ ഒന്ന് കുറയും, അല്ലേ? ഇലക്ട്രോ മാഗ്നറ്റ് ആകുമ്പോഴത്തേക്ക് അതിന് സ്ട്രെങ്ത് ഉണ്ടാവും. പച്ചിരുമ്പ് കോറ് നമ്മൾ സോളിനോയിഡിനുള്ളിൽ വെച്ച് കഴിയുമ്പോൾ അതിന് ചുറ്റിനുമുള്ള മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത് കൂടുകയും ഡിഫ്ലക്ഷൻ കൂടുകയും ചെയ്യും മാഗ്നറ്റിക് കോമ്പസിലെ. എന്നാൽ നമ്മൾ പച്ചിരുമ്പ് കോറ് മാറ്റി കഴിയുമ്പോഴോ അവിടെ മാഗ്നറ്റിൻ്റെ സ്ട്രെങ്ത് കുറയുകയാണ് ചെയ്യുന്നത്. പക്ഷേ നമുക്കറിയാം കറണ്ട് ക്യാരിയും കണ്ടക്ടറിൻ്റെ ചുറ്റിനും എപ്പോഴും എന്തുണ്ടാവും? മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. അതുകൊണ്ട് അത് ഡിഫ്ലക്ഷൻ കാണിക്കും, പക്ഷേ ചെറിയ തോതിലേ കാണിക്കുള്ളൂ എന്ന് മാത്രം. മാഗ്നറ്റിക് കോമ്പസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സോളിനോയിഡിൻ്റെ പൊളാരിറ്റി തിരിച്ചറിയാൻ പറ്റും. മാഗ്നറ്റിക് കോമ്പസിലെ നോർത്ത് പോളിനെ അട്രാക്റ്റ് ചെയ്യുന്ന സോളിനോയിഡിൻ്റെ എൻഡിനെ നമ്മൾ സൗത്ത് പോളായിട്ടും പരിഗണിക്കും. അതുപോലെ തന്നെ മാഗ്നറ്റിക് കോമ്പസിൻ്റെ നീഡിലെ സൗത്ത് പോളിനെ അട്രാക്റ്റ് ചെയ്യുന്ന സോളിനോയിഡിൻ്റെ എൻഡിനെ നമ്മൾ നോർത്ത് പോളായിട്ടും പരിഗണിക്കും. സോളിനോയിഡിൽ കൂടി വൈദ്യുതി പ്രവഹിക്കുമ്പോൾ അതിൻ്റെ ഒരു എൻഡ് നമ്മുടെ അഭിമുഖമായി പിടിച്ച് വൈദ്യുത പ്രവാഹ ദിശ പ്രദക്ഷിണ ദിശയിലാണോ അപ്രദക്ഷിണ ദിശയിലാണോ എന്ന് നമ്മൾ പരിശോധിക്കണം. വൈദ്യുത പ്രവാഹ ദിശയും കാന്തിക ധ്രുവതയുമായുള്ള ബന്ധം എന്താണെന്ന് നമുക്ക് അതിൽ നിന്ന് തിരിച്ചറിയാൻ സാധിക്കും. ഇനി ആ സോളിനോയിഡിൻ്റെ റൈറ്റ് എൻഡ് നോക്കുക. അവിടെ നമ്മൾ സെല്ലിൻ്റെ പോസിറ്റീവായിട്ടാണ് ആ വലത്തെ അറ്റം കണക്ട് ചെയ്തിരിക്കുന്നത്. ആ ആദ്യത്തെ ചുരുൾ നമ്മുടെ നേരെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അവിടെ കറണ്ട് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും ഫ്ലോ ചെയ്യുന്നത്. ഇനി ലെഫ്റ്റ് എൻഡിലേക്ക് വന്നു കഴിയുമ്പോഴോ ആ ഭാഗം ബാറ്ററിയുടെ നെഗറ്റീവായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പോസിറ്റീവിൽ നിന്ന് കറണ്ട് കയറി നെഗറ്റീവിലേക്ക് ഇറങ്ങുമ്പോൾ ആ എൻഡിൽ നമ്മുടെ നേരെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ കറണ്ട് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എങ്കിൽ ആ ലെഫ്റ്റ് എൻഡിലെ സർക്കിളിലേക്ക് നോക്കുകയും അവിടെ നോർത്തും സൗത്തും എഴുതിയിട്ടിരിക്കുന്നത് കണ്ടോ? സർക്കിളിൻ്റെ അകത്ത് കറണ്ട് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് ഫ്ലോ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആ എൻഡ് സോളിനോയിഡിൻ്റെ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ കറണ്ട് ഫ്ലോ ചെയ്യുന്ന എൻഡിനെ നമ്മൾ നോർത്ത് പോളായിട്ട് പരിഗണിക്കും. അതുപോലെ സോളിനോയിഡിൻ്റെ അടുത്ത അഗ്രം നമ്മുടെ നേരെ പിടിച്ച് നോക്കുമ്പോൾ കറണ്ട് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് ഫ്ലോ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആ എൻഡിനെ നമ്മൾ സൗത്ത് പോളായിട്ടും പരിഗണിക്കും. വൈദ്യുതി പ്രവഹിക്കുന്ന സോളിനോയിഡിൽ വൈദ്യുത പ്രവാഹം പ്രദക്ഷിണ ദിശയിൽ പ്രവഹിക്കുന്ന അഗ്രത്ത് ദക്ഷിണ ധ്രുവവും, അതായത് സൗത്ത് പോളും, അപ്രദക്ഷിണ ദിശയിൽ വൈദ്യുതി പ്രവഹിക്കുന്ന അഗ്രത്ത് ഉത്തര ധ്രുവവുമായിരിക്കും, അതായത് നോർത്ത് പോളുമായിരിക്കും. കറണ്ട് ആൻറ്റി ക്ലോക്ക് വൈസ് ആകുമ്പോൾ നോർത്ത് പോളും, കറണ്ട് ക്ലോക്ക് വൈസ് ആകുമ്പോൾ സൗത്ത് പോളുമായിരിക്കും. ഇനി നോക്കുക, സോളിനോയിഡിൻ്റെ കാന്തശക്തിയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ്? വൈദ്യുത പ്രവാഹ തീവ്രത, കറണ്ടിൻ്റെ ഇൻറ്റൻസിറ്റി, അതുപോലെ നമ്പർ ഓഫ് ടേൺസ്, എന്തോരം ചുരുളുകൾ ഉണ്ട് എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇത് നമ്മൾ ഉപയോഗിക്കുന്ന കോറ് പച്ചിരുമ്പ് കോറാണെങ്കിൽ കുറേ കൂടെ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും, സ്ട്രെങ്ത് കൂടുതലായിരിക്കും. ഇനി ഏരിയ ഓഫ് ലൂപ്പ്, ചുറ്റിയിരിക്കുന്നതിൻ്റെ ഏരിയ, അതുപോലെ തന്നെ ഏരിയ ഓഫ് ദ കോർ, നമ്മൾ ഉപയോഗിക്കുന്ന ആ സോഫ്റ്റ് അയൺ കോറിൻ്റെ ഏരിയയുമൊക്കെ ഇത് ഡിപ്പെൻഡ് ചെയ്യും. താഴത്തെ ഫിഗറിൽ നോക്കുക, ഇലക്ട്രോ മാഗ്നറ്റും തന്നിട്ടുണ്ട്, ബാർ മാഗ്നറ്റും തന്നിട്ടുണ്ട്. രണ്ടിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിന് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? ഇല്ലല്ലേ. സോളിനോയിഡോ അല്ലെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റ് ആകുമ്പോൾ അവിടെ നമ്മൾ പുറമേ നിന്ന് കറണ്ട് കൊടുക്കണം എന്ന് മാത്രം, അത് മാഗ്നറ്റിക് പ്രോപ്പർട്ടി കാണിക്കാനായിട്ട്. അടുത്തത് ബാർ മാഗ്നറ്റും സോളിനോയിഡ് അഥവാ ഇലക്ട്രോ മാഗ്നറ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം.
ബാർ മാഗ്നറ്റ് ആണെങ്കിലോ കാന്തശക്തി സ്ഥിരമായിരിക്കും, നമുക്ക് ആ കാന്തശക്തി മാറ്റാനൊന്നും പറ്റത്തില്ല. അപ്പോൾ സ്ട്രെങ്ത് ഓഫ് മാഗ്നറ്റ് കനോട്ട് ബി ചേഞ്ച്, അതിൻ്റെ സ്ട്രെങ്ത് മാഗ്നറ്റിൻ്റെ സ്ട്രെങ്ത് നമുക്ക് മാറ്റാനായിട്ട് സാധിക്കത്തില്ല. സോളിനോയിഡ് അല്ലെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റ് ആണെങ്കിലോ കാന്തശക്തി താൽക്കാലികമാണ്, നമ്മൾ അതിൻ്റെ ഉള്ളിലേക്കൊരു മാഗ്നറ്റിക് കോർ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ, അല്ല ഒരു പച്ചിരുമ്പോ മറ്റോ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ മാഗ്നറ്റിൻ്റെ സ്ട്രെങ്ത് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. സ്ട്രെങ്ത് ഓഫ് മാഗ്നറ്റ് ക്യാൻ ബി ചേഞ്ച്ഡ്. ഇനി നമുക്ക് നോക്കാം വൈദ്യുതിയുടെ കാന്തിക ഫലത്തിൻ്റെ ഉപയോഗം എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഈ അധ്യയനത്തിൻ്റെ തുടക്കത്തിൽ നാം കണ്ട ഫാൻ, മോട്ടോർ തുടങ്ങിയവയിൽ വൈദ്യുതോർജ്ജം ചലനമാണ് ഉണ്ടാക്കുന്നത് അല്ലേ. ഇനി ഇവിടെ എന്താണ് സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. ഇവിടെ യു ഷേപ്പിലുള്ളൊരു മാഗ്നറ്റ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ നടുവിലായിട്ട് മാഗ്നറ്റിൽ മുട്ടാത്ത രീതിയിൽ ഒരു കണ്ടക്ടർ AB എന്ന് പറയുന്ന കണ്ടക്ടർ സ്ട്രിങ് ഉപയോഗിച്ച് അവിടെ സസ്പെൻഡ് ചെയ്തിട്ടിരിക്കുകയാണ്. സ്ട്രിങ്ങും ഒരു കണ്ടക്ടർ തന്നെയാണ്. അതിനെ നമ്മൾ ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ കറണ്ട് അതിലൂടെ ഫ്ലോ ചെയ്ത് കഴിയുമ്പോൾ ഇത് മാഗ്നറ്റിക് ഫീൽഡിനുള്ളിലായതുകൊണ്ട് തന്നെ AB എന്ന് പറയുന്ന ഈ കണ്ടക്ടറിന് ഒരു മൂവ്മെൻ്റ് ഉണ്ടാകും. ആ മാഗ്നറ്റിക് ഫീൽഡ് അതിലൊരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നതുകൊണ്ടാണത്. മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ എപ്പോഴും നോർത്ത് ടു സൗത്ത് ആയിരിക്കും. അതുപോലെ തന്നെ ആ കണ്ടക്ടർ AB എന്ന് പറയുന്ന കണ്ടക്ടറിൽ യൂസ് ചെയ്തിരിക്കുന്ന സ്ട്രിങ്ങുകളുണ്ടല്ലോ, അതിലേതെങ്കിലും ഒന്ന് പോസിറ്റീവിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ടാവും, ഒന്ന് നെഗറ്റീവിലേക്കും ആയിരിക്കും കണക്ട് ചെയ്തിട്ടുണ്ടാവുക. സപ്പോസ് A എന്ന് പറയുന്ന പോയിന്റിൽ കണക്ട് ചെയ്തിരിക്കുന്ന സ്ട്രിങ്ങിന് പോസിറ്റീവ് ചാർജ് ആണെന്നും B എന്ന് പറയുന്ന എൻഡിൽ കണക്ട് ചെയ്തിരിക്കുന്ന സ്ട്രിങ്ങിന് നെഗറ്റീവ് ചാർജ് ആണെന്നും കരുതുക. അപ്പോൾ കറണ്ടിൻ്റെ ഫ്ലോ നമുക്കറിയാം A ടു Bയിലേക്കായിരിക്കും, പോസിറ്റീവ് ടു നെഗറ്റീവ്. അപ്പോൾ കറണ്ടിൻ്റെ ഡയറക്ഷൻ കിട്ടി A ടു B, മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ നോർത്ത് ടു സൗത്തും കിട്ടി. മാഗ്നറ്റിക് ഫീൽഡിൻ്റെ പ്രസൻസ് ഉള്ളത് കൊണ്ട് തന്നെ AB എന്ന് പറയുന്ന കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിൽ ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുകയും AB എന്ന് പറയുന്ന കണ്ടക്ടർ ആ മാഗ്നറ്റിനിടയിൽ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യുകയും ചെയ്യും. ഫോഴ്സിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടാണോ ആ ഡയറക്ഷനിലായിരിക്കും കണ്ടക്ടർ മൂവ് ചെയ്യുന്നത്. ബാറ്ററിയുടെ പൊളാരിറ്റി ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നതനുസരിച്ച് മൂവ്മെൻറ്റിൻ്റെ ഡയറക്ഷനും വ്യത്യാസപ്പെടുന്നു. കറണ്ട് ഫ്ലോ ചെയ്യുന്ന ഒരു കണ്ടക്ടർ മാഗ്നറ്റിക് ഫീൽഡിനുള്ളിൽ വെച്ച് കഴിഞ്ഞെന്നാൽ അതിൽ അനുഭവപ്പെടുന്ന ഫോഴ്സ് ഏത് ഡയറക്ഷനിലായിരിക്കും എന്ന് കണ്ടുപിടിക്കാനായിട്ടുള്ളൊരു റൂളാണ് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ. അങ്ങനെ അനുഭവപ്പെടുന്ന ഫോഴ്സിൻ്റെ ഡയറക്ഷനിലായിരിക്കും ആ കണ്ടക്ടർ എപ്പോഴും മൂവ് ചെയ്യുക. ഫ്ലെമിങ്സിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് റൂളിൽ പറയുന്നത് എന്താണെന്ന് നോക്കാം. ഇടത് കൈയുടെ തള്ളവിരൽ, ചൂണ്ടുവിരൽ, നടുവിരൽ എന്നിവ പരസ്പരം ലംബമായി പിടിക്കുക, ആ ഫിഗറിൽ കാണിച്ചിരിക്കുന്ന പോലെ. ഇനി ചൂണ്ടുവിരൽ അഥവാ 4 ഫിംഗർ കാന്തിക മണ്ഡലത്തിൻ്റെ ദിശയിലും അതുപോലെ നടുവിരൽ മിഡിൽ ഫിംഗർ വൈദ്യുത പ്രവാഹ ദിശയിലുമായാൽ, അങ്ങനെ ആക്കി പിടിക്കണം നമ്മൾ. ചൂണ്ടുവിരൽ കാന്തിക മണ്ഡലത്തിൻ്റെ ദിശയിലേക്ക് നമ്മൾ ചൂണ്ടണം, നടുവിരൽ വൈദ്യുത പ്രവാഹത്തിൻ്റെ ദിശ ഏതാണോ ആ ദിശയിലും നമ്മൾ, അത് മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയതുകൊണ്ട് നമുക്കങ്ങനെ അറേഞ്ച് ചെയ്ത് പിടിക്കാനായിട്ട് പറ്റും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ബലത്തിൻ്റെ ഡയറക്ഷൻ, ഫോഴ്സിൻ്റെ ഡയറക്ഷൻ തരുന്നത് തള്ളവിരലായിരിക്കും. ആ തള്ളവിരൽ സൂചിപ്പിക്കുന്നത് ചാലകത്തിൻ്റെ ചലന ദിശയായിരിക്കും. ആ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടാണോ ആ ദിശയിലായിരിക്കും ആ കണ്ടക്ടർ ചലിക്കുന്നത്. ഇത് തന്നെയാണ് മോട്ടോർ തത്വം. എന്താണത്? ഒരു കാന്തിക മണ്ഡലത്തിൽ സ്ഥിതി ചെയ്യുന്ന സ്വതന്ത്രമായി ചലിക്കാവുന്ന ചാലകത്തിലൂടെ വൈദ്യുതി പ്രവഹിക്കുമ്പോൾ ചാലകത്തിൽ ഒരു ബലം ഉണ്ടാവുകയും അത് ചലിക്കുകയും ചെയ്യുന്നു. എന്താണ് മോട്ടോർ തത്വം? ഒരു കാന്തിക മണ്ഡലത്തിൽ സ്ഥിതി ചെയ്യുന്ന സ്വതന്ത്രമായി ചലിക്കാവുന്ന ചാലകത്തിലൂടെ വൈദ്യുതി പ്രവഹിക്കുമ്പോൾ ചാലകത്തിൽ ഒരു ബലം ഉണ്ടാവുകയും അത് ചലിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെങ്കിൽ, മനസ്സിലായെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിലൂടെ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. താങ്ക്